ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കങ്കാരു മദർ കെയർ KMC. ഈ കങ്കാരു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുട്ടിയെ പ്രസവിക്കുന്നത് പ്രീ ടൈമായിട്ടാണ്. ഈ പ്രീ ടൈം കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം തികയാതെ ഉള്ള കുട്ടികൾ. ഈ മാസം തികയാതെ കുട്ടി ജനിച്ചിട്ട് ആ കുട്ടിയെ പിന്നെ വളർത്തുന്നത് അതിൻ്റെ പൗച്ചിലാണ്. അതിൻ്റെ അബ്ഡോമൻ്റെ വെൻട്രൽ സൈഡിൽ ഒരു പൗച്ചുണ്ട്. ഈ പൗച്ചിൽ അതിൻ്റെ ആ അമ്മയുടെ ചൂടും അമ്മയുടെ മുലപ്പാലും കുടിച്ച് ആ കുട്ടി അങ്ങ് വളരും. അപ്പോൾ ഇതാണ് ഒരു കങ്കാരുവിൻ്റെ രീതി. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡോക്ടർ എഡ്ഗർ റേയ്ക്ക് 1978 തോന്നിയ ഒരു ആശയമാണ് എന്തുകൊണ്ട് നമ്മുടെ മനുഷ്യരുടെ ഈ പ്രീ ടൈം ലോ ബർത്ത് വെയ്റ്റ് കുട്ടികളെ ഇങ്ങനെ വളർത്തിയെടുത്തുകൂടാ. അങ്ങനെ പുള്ളിയുടെ തലയിൽ ഉദിച്ച ഒരാശയമാണ് ഈ കങ്കാരു മദർ കെയർ. പ്രീ ടൈം കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ 37 ആഴ്ചക്ക് മുമ്പ് ജനിക്കുന്ന കുട്ടികളെയാണ് പ്രീ ടൈം കുട്ടികളെന്ന് പറയുന്നത്. അത് അല്ലാതെ ഈ അണ്ടർ വെയ്റ്റ് ലോ ബർത്ത് വെയ്റ്റ് കുട്ടികളെന്ന് പറയുന്നത് ജനിക്കുമ്പോഴുള്ള വെയ്റ്റ് 2.5 കിലോയിൽ എന്ന് പറഞ്ഞാൽ 2500 ഗ്രാമിൽ താഴെയുള്ള കുട്ടികളെയാണ് ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് എന്ന് പറയുന്നത്. ഈ ലോ ബർത്ത് വെയ്റ്റ് ബേബീസിനെ വളർത്തിയെടുക്കുന്ന രീതിയാണ് ഈ കങ്കാരു മദർ കെയർ. ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിന് 1800 ഗ്രാമിൽ കൂടുതൽ തൂക്കമുണ്ടെങ്കിൽ അന്നേരം തന്നെ നമുക്ക് ഈ KMC കൊടുക്കാം, കങ്കാരു മദർ കെയർ കൊടുക്കാം. ഈ മുലപ്പാൽ മാത്രം കൊടുക്കുന്ന കുട്ടികളെ ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ചില അബ്നോർമാലിറ്റിയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ കൊടുക്കണം, ഫ്ലൂയിഡ് കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ഇത് പറ്റത്തില്ല. അപ്പോൾ ഈ KMC ആശുപത്രിയിൽ തന്നെ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കുട്ടിയെ നേരത്തെ തന്നെ കൂടുതൽ നേരം ഇൻക്യുബേറ്ററിൽ വെക്കാതെ നേരത്തെ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. വീട്ടിൽ ചെന്ന് ഈ KMC കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കുട്ടിക്ക് ഈ ഇൻക്യുബേറ്ററിൽ വെക്കുന്ന അതേ പ്രയോജനം തന്നെ ഈ KMC കൊണ്ട് കിട്ടും. അതുപോലെ മുലകുടി പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ ആശുപത്രിയിൽ കിടന്ന് വേറെ പല അസുഖങ്ങളും ഉള്ളത് പകരാതെ ഇപ്പോൾ കുട്ടിയെ നേരത്തെ തന്നെ വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ ഈ അസുഖങ്ങൾ പകരാതെ ഇരിക്കും. അതുപോലെ KMC കൊടുക്കുമ്പോൾ ഈ അമ്മയും കുട്ടിയുമായിട്ടുള്ള വൈകാരിക ബന്ധം കുറച്ച് കൂടിയിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം ഇതിന് മോഡേൺ മെത്തേഡുകളുടെ അതേ പ്രയോജനം തന്നെ ഈ KMCക്കുണ്ട്. ഇപ്പോൾ കുട്ടിയുടെ ബർത്ത് വെയ്റ്റ് 1200 ഗ്രാമിൽ താഴെയാണെങ്കിൽ KMC തുടങ്ങാനായിട്ട് ഒരു കുറച്ച് ആഴ്ചകളെടുക്കും. അതേസമയത്ത് ബർത്ത് വെയ്റ്റ് 1200-നും 1800-നും ഇടക്കാണെങ്കിൽ കുറച്ച് ദിവസത്തിനകം KMC സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതേസമയത്ത് ജനിക്കുമ്പോഴേ 1800 ഗ്രാമിന് മുകളിലുണ്ടെങ്കിൽ ജനിക്കുമ്പോൾ അന്ന് തന്നെ KMC സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വെയിറ്റ് കുറഞ്ഞ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ 1200 ഗ്രാമിലൊക്കെ താഴെയുള്ളവർക്ക് ഈ കുട്ടികൾക്ക് ഈ KMC സ്റ്റാർട്ട് ചെയ്യാൻ താമസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചിലപ്പോഴും ഓക്സിജൻ വേണ്ടി വരും, ചിലപ്പോൾ IV ഫ്ലൂയിഡൊക്കെ വേണ്ടി വരും. അതൊന്നും ഇതിൽ പറ്റത്തില്ല. KMC കൊടുക്കുന്ന അമ്മമാർ, എല്ലാ അമ്മമാർക്കും ഇത് പറ്റും. പക്ഷേ അവർക്ക് എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖമൊന്നും ഉണ്ടായിരിക്കരുത്. സാധാരണ ഈ KMC കൊടുക്കുന്നത് അമ്മമാരാണ്. KMC എന്ന് പറഞ്ഞാൽ കങ്കാരു മദർ കെയർ. പക്ഷേ വേറെ സ്ത്രീകൾക്കും ഇത് കൊടുക്കാം. അതുപോലെ തന്നെ അച്ഛന്മാർക്കും വേണമെങ്കിൽ ഇത് കൊടുക്കാം. അപ്പോൾ ഇത് കൊടുക്കുന്ന അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് വേണം. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമ്മയായിരിക്കും, അല്ലെ അമ്മയായിരിക്കും. അതുപോലെ വീട്ടിലുള്ളവരുടെ നല്ലൊരു സപ്പോർട്ട് വേണം, എന്നാലേ അത് സക്സസ് ആക്കാൻ പറ്റത്തുള്ളൂ. അടുത്തതായിട്ട് ഇതിൻ്റെ പ്രൊസീഡിയർ ഞാൻ പറയും. അപ്പോൾ ഈ പ്രൊസീഡിയറിൽ ആദ്യം കുട്ടിക്ക് വേണ്ടത് ഒരു തൊപ്പി, കൈകളിൽ സോക്സ്, കാലുകളിലും സോക്സ്, അത് കഴിഞ്ഞ് ഒരു ഡയാപ്പർ, പിന്നെ ഒരു ഫ്രണ്ട് ഓപ്പൺ ചെയ്ത കുട്ടി ഉടുപ്പ്. എന്ന് പറഞ്ഞാൽ അമ്മയുടെ വയറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കാൻ വേണ്ടിയാണ്.
അപ്പോൾ ഈ കുട്ടിയെ വെക്കേണ്ടത് ഈ അമ്മയുടെ 2 ബ്രസ്റ്റുകൾക്കും ഇടയിലാണ്. എന്നിട്ട് ഇദ്ദേഹം വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഇരിക്കണം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തല ഒരു സൈഡിലോട്ട്, ഈ സൈഡിലോട്ടോ അല്ലെങ്കിൽ ഈ സൈഡിലോട്ടോ തിരിക്കാം. എന്നിട്ട് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അമ്മയ്ക്കും കുട്ടിക്കുമായിട്ട് നല്ലൊരു ഐ ടു ഐ കോണ്ടാക്റ്റ് കിട്ടും. അപ്പോൾ കുട്ടിയുടെ കാല് എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിപ്പ് ജോയിൻറ്റ് ഫ്ലെക്സ്ഡ് ആയിരിക്കണം, അബ്ഡക്റ്റഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു തവള ഇരിക്കുന്നത് പോലെ. അപ്പോൾ അതിന് ഫ്രോഗ് പൊസിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഡയപ്പർ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അമ്മ ഈ കുട്ടി ഇതേ പൊസിഷനിൽ ഇരുന്നിട്ട് അതവിടെ ഫിക്സ് ചെയ്യാനായിട്ട് ഒന്നുകില്ലെങ്കിൽ ഒരു ഷാളോ എന്തെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇച്ചിരി നീളത്തിലുള്ള വേറെ ഏതെങ്കിലും തുണി, സാരി വേണേലും ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് അതിന് പുറത്തായിട്ട് ഒരു ഷർട്ട് അല്ലെങ്കിൽ മുമ്പിൽ തുറന്ന ഒരു നൈറ്റിയോ എന്താണെങ്കിലും അതിൻ്റെ പുറമേ ഇട്ടിട്ട് മുമ്പിൽ ബട്ടൺ ഇട്ട് കഴിയുമ്പോൾ ഈ കുട്ടി അതിൻ്റെ അകത്ത് ഇരുന്നോളൂ. അപ്പോൾ ഇവിടെ ഈ കുട്ടിയുടെ വയറ് അമ്മയുടെ എപ്പിഗാസ്ട്രിയം ആ ഭാഗത്താണ് മുട്ടിയിരിക്കുന്നത്. അപ്പോൾ അമ്മ ശ്വസിക്കുമ്പോൾ കുട്ടിക്കും അതിൻ്റെ ശ്വസിക്കുന്നതിന് സ്റ്റിമുലേഷൻ കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീഡിയർ. ഇനി ഇങ്ങനെ ഈ ന്യൂഡായിട്ടുള്ള ഭാഗത്ത് ഈ കുട്ടിയെ ഇങ്ങനെ കെട്ടിവെക്കുക, തുണി വെച്ച് കെട്ടിവെക്കുക. അത് കഴിഞ്ഞിട്ട് അവരൊരു ഷർട്ട് ധരിക്കുക. ഷർട്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓപ്പൺ ഷർട്ട്, അത് ബട്ടൺസ് ഇടുക, അല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ നൈറ്റി. ഇതാണ് KMCയുടെ പ്രൊസീഡിയർ. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ തല തിരിച്ച് ഒരിച്ചിരി എക്സ്റ്റെൻഡഡ് ആയിരിക്കുമ്പോൾ അതിന് നല്ലപോലെ ശ്വസിക്കാൻ പറ്റും. ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല അമ്മയുടെ ചൂട് കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഈ ഷാൾ ഉപയോഗിച്ച് കെട്ടി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി താഴെ പോകാതിരിക്കാനായിട്ട്, കീഴ്പോട്ട് ഊർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മോണിറ്ററിങ് ഈ ആദ്യ ദിവസങ്ങളിൽ വളരെ കാര്യമായിട്ട് നോക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ തല കൂടുതൽ ഫ്ലെക്സ് ആകാനും പാടില്ല, കൂടുതൽ എക്സ്റ്റെൻഡഡ് ആകാനും പാടില്ല. അതുപോലെ ദിവസം ഒരു 3-4 പ്രാവശ്യം ടെമ്പറേച്ചർ നോക്കണം. പിന്നെ അതിൻ്റെ സ്കിന്നിൻ്റെ കളർ നല്ല പിങ്ക് കളറായിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കണം. കളറിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ കുട്ടി ശ്വസിക്കുന്നത് വളരെ പ്രധാനമാണ്. കുട്ടി ശ്വസിക്കുന്നത് വളരെ റെഗുലറാണോ, സ്പീഡ് കൂടുന്നുണ്ടോ, സ്പീഡ് കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ഇതിലെന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ ചികിത്സിക്കുന്ന ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി കുട്ടിയെ ഫീഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ അമ്മയുടെ ബ്രസ്റ്റിൽ കുട്ടിയുടെ ചുണ്ട് കൊണ്ടുവന്ന് മുട്ടിക്കുമ്പോഴത് സ്റ്റിമുലേറ്റ് ചെയ്യും. സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മിൽക്ക് സെക്രീഷൻ ഉണ്ടാകും. ഈ മിൽക്ക് പതുക്കെ കറന്നെടുത്തിട്ട് കുട്ടിക്ക് കൊടുക്കാൻ പറ്റും. ഒന്നുകില്ലെങ്കിൽ ഒരു സ്പൂണ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ പാലടൈ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഉപയോഗിച്ച് കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇത് കൊടുക്കുന്നില്ല എങ്കിൽ യാതൊരു പ്രയോജനമില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഈ സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് വേണം. അത് പതുക്കെ കൂട്ടി 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യണ സമയം, അമ്മ എന്തെങ്കിലും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകുന്ന സമയം ഒഴിച്ച് ബാക്കിയുള്ള സമയത്തെല്ലാം ഈ സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് കൊടുക്കുക. ഈ കുട്ടിയെ ഇങ്ങനെ ഫ്രീക്വൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അത് കുട്ടിക്ക് അത്ര നല്ലതല്ല. ഫ്രീക്വൻ്റായിട്ട് ഹാൻഡിൽ എന്ന് പറയുന്നത് എപ്പോഴും അഴിക്കുകയും കെട്ടുകയൊക്കെ ചെയ്യുന്നത്, അത് കഴിവതും അവോയ്ഡ് ചെയ്യണം. ഈ അമ്മയ്ക്ക് KMC കൊടുത്തുകൊണ്ട് വേണേൽ നടക്കാം, ഇരിക്കാം. അപ്പോൾ ഏറ്റവും നല്ലൊരു പൊസിഷൻ പുള്ളിക്ക് ഉറങ്ങാനൊക്കെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ കിടക്കയുടെ ആ ഹോറിസോണ്ടൽ പൊസിഷനിൽ നിന്ന് ഒരു 30 ഡിഗ്രി ചരിച്ച് പില്ലോ വെക്കുക, അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ബെഡ് കിട്ടും, അല്ലെങ്കിൽ അതുപോലുള്ള ചെയേഴ്സ് ഉണ്ട്, അതിലിരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടിയെ ഇതുപോലെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ നടക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഈ KMC എപ്പോൾ നിർത്തണം. KMC നിർത്തേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഭാരം ഒരു 2500 ഗ്രാം ആയി കഴിയുമ്പോൾ നിർത്താം. അപ്പോൾ ഞാനീ പറഞ്ഞത് ഒരു വളരെ ലോ ബർത്ത് വെയ്റ്റ് ബേബീസിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് കങ്കാരു മദർ കെയർ. അപ്പോൾ ഇത്
നിങ്ങളുടെ വീട്ടിൽ ഇത് ആർക്കും ആവശ്യമില്ലെങ്കിൽ ആർക്കെങ്കിലും വീട്ടിനടുത്ത് ഈ ലോ ബർത്ത് വെയിറ്റ് ബേബീസ് ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇട്ട് കാണുക. ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.